ആദ്യം തന്നെ സാബുയ് സാബു എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ എൻട്രി പറഞ്ഞിരിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞേ അടക്ക് നല്ല പാട്ടിടണേ. ഏത് പാട്ടാണ്? ജയിലറത്തെ പാട്ടിടണേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മാസിൽ വരണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമുക്ക് ഇനി ഓനിക്ക് ജയിലറത്തെ പാട്ടല്ലാതെ വേറെ ഏതെങ്കിലും ഊളിയ പാട്ടിടും. അലിൻ ജോസിൻ്റെ ഏതെങ്കിലും പാട്ടുണ്ടോ? അലിൻ ജോസ് അടിപൊളിയാണ് ആ പാട്ട്. അലിൻ ജോസ് സോങ്. നിക്ക് നിക്ക് നിക്ക്. ആ ആ സാബു 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 വാ, എൻട്രിക്ക് റെഡി ആയിക്കോളൂ. നിക്ക്, ആരോടും പറയില്ലേ. എൻട്രിക്ക് റെഡി ആയിക്കോളൂ. ഞാൻ 1 2 3 സ്റ്റാർട്ട് പറയുമ്പോ പറഞ്ഞേ. ആ ജയില് ഷാജിബാപ്പ മതിയോ? ഓക്കെ, എന്നാ റെഡി 1 2 3 നിക്കട്ടോ. റെഡി. പരസ്യടാ പാളി പാളി എൻട്രി പാളി. എന്നാ ആ വാ വാ സോഡ ആ വാട കാട്ടി. കല്യാണം ചപ്പാത്തി അപ്പൊ ഞാൻ ഇവനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ സാബു. അല്ലേ കാറ്റ് പോകും. അലിൻ ജോസിന്റെ മോന്തട മാറ്റ ഐശ്വര്യം പോട്ടെ. പോവാണ്ട് പോകാത്തൊരു സാധനം കേട്ടോ. ഇത് വെക്കലട പോവാ വെറുതെ പാപ്പ അലിൻ ജോസിന്. അപ്പൊ ഗൈസ്, അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാബു എന്താ പോയിക്കോ. ഇതിന്റെ സാബു തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അങ്ങനെ കടന്ന ബന്ധത്തിലോട്ട് അപ്പൊ ഗൈസ്, ഇത് സാബു. അനി പറഞ്ഞോ, ജന്താന്ന് പറഞ്ഞോ. ഞങ്ങൾ പറഞ്ഞോ ഗൈസ്, ഞങ്ങൾ പരിചയപ്പെട്ട പറ, ഡീറ്റെയിൽ ആയിട്ട് പറ. ഇത് ബ്ലോഗല്ല, ലൈവാണ്. കണ്ടതാന നേരണ്ട്. കേറിക്കോളി. ആൾക്കാർ പോണ്ട. 123 ആളേക്കണേ. വർക്കത്തുനിന്ന് കേക്കണോ? അപ്പൊ കഥകളുണ്ട്. അതെ, ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും പറയാന്ന്. ഞങ്ങൾ കണ്ടുമുട്ടിയത് എങ്ങനെയാ അറിയോ? സൂപ്പർ സൂപ്പർ. ആ പോട്ടെ. അപ്പൊ ഞങ്ങളെ കണ്ടുമുട്ടിയ എങ്ങനെ അറിയോ? 3ാമത്തെ തട്ടായി കണ്ടുമുട്ടുള്ളൂ. വേം പറഞ്ഞോ. പറയാം. നമ്മൾ മലേഷ്യ കൊളാബിന് ഏതൊക്കെ വഴി ഞാൻ കൊളാബാണ് ഒന്നാവശ്യം. അങ്ങനെ ജീവിതത്തിൽ റൂമിൽ പൈസ കൊടുക്കൂല. അങ്ങനെ പരിചയപ്പെട്ടാണ് എന്റെ ഫ്രണ്ടിനെ. അപ്പൊ അങ്ങനെ മുഖേന ഇവനെ പരിചയപ്പെട്ടു. റൂമിൽ പരിചയപ്പെട്ടാണ്. ഇപ്പൊ നമ്മള് ഒരു നമ്മൾ മലേഷ്യ തന്നെ പരിചയപ്പെട്ടു. റൂമിൽ നിന്നൊക്കെ പരിചയപ്പെടാൻ സോറി, ഞങ്ങൾ ആ ബന്ധത്തോട് പോണില്ല. അതുണ്ട്, അതില്ല. അങ്ങനെ അവിടെ വന്ന് പരിചയപ്പെട്ടാണ്. പിന്നീട് നമ്മളത് വലിയ സംരംഭമാക്കി. അല്ല, നമ്മൾ എങ്ങനെ പരിചയപ്പെട്ടത്? ഞാൻ വീഡിയോ മലേഷ്യന്ന് ഇവന്റെ ഫസ്റ്റ് തന്നെ വന്നിട്ടേ ഒരാളെ കണ്ട എന്താ അപ്പൊ ഫസ്റ്റ് എങ്ങനെയായിരുന്നു ക്യാമറ പിടിച്ചാണ്ട്. അപ്പൊ നമ്മള് നല്ല കമ്പനിയായി അന്ന്. അങ്ങനെ പിന്നെ അന്ന് മനസ്സിലാവും. അന്ന് ഇവന് അന്ന് നമ്മളെ മനസ്സിൽ സൂപ്പർ ആവുന്നത് അത്ര ഉള്ള തന്നെ കേട്ടാ. അല്ല, സത്യം പൊക്കി പറയല്ല, ഞാൻ ഇരുത്തി പറയാണ്. അല്ല തന്നെയാണ്. കാരണം സൂപ്പർ ആവുണ്ട് മറ്റേ അവിടെ സത്യമുള്ള സത്യം. അപ്പൊ ഞാൻ സൂപ്പർ സെൽഫി എടുക്കണോ? കാര്യം മതി. അന്ന് സെൽഫി തന്നിട്ടില്ല. മേലൊക്കെ കാണാൻ. അങ്ങനെ പരിചയപ്പെട്ടാണ്. പിന്നെ അവിടെ നമ്മൾ സൂപ്പർ ഫാൻസിന്റെ പ്ലാന്റ്. അപ്പൊ ഇവന് സത്യം പറഞ്ഞാല് ഞങ്ങൾ പാർട്ണർമാരാണ്. ഞങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അതായത് ഞങ്ങൾ പാർട്ണർമാരാണ്. എനിക്കൊരു റിസോർട്ട് ബുക്കിങ്ങിന്റെ ഒക്കെ ഒരു പേജ് ഉണ്ട്, സൂപ്പർ പ്ലാൻ. ഇവനാണ് കോൾ എടുക്കുന്നതും നിങ്ങൾ ഡെയിലി തന്തക്ക് വിളിക്കുന്നതും ഇവനാണ്. മനസ്സിലാക്കി. കുറച്ച് പോരായ്മ സംഭവിച്ചുണ്ട്. നോർമലി ആണ്. ചെറുതായിട്ട്
പിന്നെ ശീലായി ആ എന്നിട്ട് പറ അങ്ങനെയാണ് നമ്മള് പരിചയപ്പെട്ടത്. പിന്നെ പിന്നെ ഒരു വർഷം പിന്നെ ഇപ്പൊ പെരയില് പോണില്ല. ഇപ്പൊ വർഷനാണ്. കേട്ടിപ്പൊടി ഇപ്പൊ ഞങ്ങളെ പള്ളി കമ്മിറ്റിയിൽ വരുന്നുണ്ട്. ഇപ്പൊ എന്റെ പെരയ്ക്ക് ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ചാടിക്കാൻ ആ ചായ കുടിക്കാൻ വേണ്ടിട്ടൊക്കെ അങ്ങനെ 45 കിലോമീറ്റർ ഒക്കെ വയസ്സാണ് പോയിട്ട് എനിക്ക് ഇപ്പൊ ഇന്റെ ഒപ്പം ചായ കുടിക്കാൻ അങ്ങനെ പറയാം. അങ്ങനെ ഞാൻ നിന്റെ നാട്ടിലെ ചെക്കന്മാരെ ചപ്പിയിട്ട് ഇന്നപ്പുറം വരും ഇന്റെ ഒപ്പം ചായ കുടിക്കാൻ. ആ യെസ് ഇന്റെ ഒപ്പം നല്ലടാ ഞങ്ങളെ ചങ്ങായിമാരപ്പം. ഞാൻ പിന്നെ എന്റെ നാട്ടിലൊക്കെ കൂടി കണക്ഷൻ ഇവിടെ ഇവിടെ സത്യം ഇവിടെ ഓൻ സത്യം പറഞ്ഞ മറ്റേ മാവോലിസ് അല്ല മറ്റേ മാവോലിസ്റ്റ് അല്ല മറ്റേ എടാ ഈ സ്ഥലം മാറൂലേ? ഈ സ്ഥലം ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മാറി ഇങ്ങനെ പോണ ആൾക്കാരെന്താ പറയാ? കോയി എടാ അങ്ങനെ എടാ കൊച്ചിയിലൊക്കെ കാണാല്ലേ? മാവോയിസ്റ്റോ മാവോലിസ്റ്റ് അല്ലടാ. ഈ കമന്റ് ഈ കൊറേ ആൾക്കാർ ഇങ്ങനെ കൂടി സംഘമായിട്ട് ഇങ്ങനെ പോകൂലേ? ഇക്ക് മനസ്സിലായി അതെന്നെ ഇക്ക് മനസ്സിലായി ദേശാടന സംഘം. ബംഗ്ലാദേശിലും ആ അതന്നെ അതന്നെ. കുടിയേരി പാർത്ത് സലാമിനെ വിളിക്കോ? സലാമിനെ വിളി. കോയി വിളിച്ചോണ്ടിരിക്കുന്നു അർഷാദ് നമ്മളെ പൊന്നാനിക്കാരൻ അർഷാദ് ഗോവിനല്ല ഗ്രോയിൻ. സാബുയിക്ക ഫാൻസ് ഇന്ത നാട് വിട്ടതാണോ? നാട് വിട്ടതോ? നാട് കടത്തി. ആ സൂപ്പർ വാവയെ പണ്ടേ കാണലുണ്ട്. ജി ഫോർ ഗോൾ കീപ്പിംഗ്. താങ്ക് യു ബ്രോ. സൂപ്പർ പണ്ട് പണ്ടിൽ നില എഴുതിട്ട് ഇനി അല്ല നമുക്ക് ബാക്കിയുള്ളവരെ വിളിക്കണ്ടേ? നടത്തേ